ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ക്ഷമയെക്കുറിച്ചാണ്. ക്ഷമയാ ദരിദ്രി എന്നാണല്ലോ ആപ്തവാക്യം. ഏതു തരത്തിലുള്ള പീഡനവും തികഞ്ഞ സഹിഷ്ണുതയോടെ ഏറ്റുവാങ്ങാനും ക്ഷമിക്കാനുമുള്ള സർവ്വസഹയുടെ അന്യദൃശ്യമായ സിദ്ധിയെയാണ് ഈ വാക്യം പ്രകീർത്തിക്കുന്നത്. മാനവരാശിയുടെ മോചനത്തിനായി അവതരിച്ച ദൈവപുത്രനായ യേശുദേവൻ കുരിശിൽ പിടയുമ്പോഴും പാപികളോട് പൊറുക്കാൻ പിതാവിനോട് അപേക്ഷിക്കുകയായിരുന്നു. പാപം മാനുഷികവും ക്ഷമ ദൈവികവുമാണെന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ക്ഷമയോടും സ്ഥിര ഉത്സാഹത്തോടും കൂടിയുള്ള നിരന്തര ശ്രമം ഉന്നത ശൈലങ്ങളെ പോലും കീഴടക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുമത്രേ. ഏതൊരു ഘട്ടത്തിലും പ്രകോപിതനാകാതെ ക്ഷമിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതൊരു അലങ്കാരം തന്നെയാണ്. തെറ്റുകൾക്ക് മാപ്പ് നൽകുന്നവർ മാനസികവും ശാരീരികവുമായ നേട്ടങ്ങൾ കൈവരിക്കുന്നു എന്നതാണ് അനുഭവ സത്യം. സ്വയം ക്ഷമിക്കാനും മറ്റുള്ളവർക്ക് മാപ്പ് നൽകാനുമുള്ള ഒരാളുടെ കഴിവും അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനുണ്ടാക്കുന്ന നേട്ടങ്ങളും പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് അടുത്തിടെ നടന്ന ചില പഠനങ്ങൾ തെളിയിച്ചു. മാപ്പ് നൽകുക എന്നത് ഒരു ബഹുമുഖ പ്രതിഭാസമാണെന്ന് അമേരിക്കയിലെ മിച്ചിഗൺ സർവകലാശാലയിലെ ഡോക്ടർ ലോറൻ എൽ ടോസൻ ചൂണ്ടിക്കാണിക്കുന്നു. പ്രായപൂർത്തിയായ 1400 പേരിൽ 5 മാസം നടത്തിയ പഠനത്തിലാണ് മാപ്പ് കൊടുക്കലും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം ഗവേഷകർ കണ്ടെത്തിയത്. പൊതുവെ 18-നും 44-നും മധ്യേ പ്രായമുള്ളവർ വൃദ്ധന്മാരെക്കാളും മധ്യവയസ്കരെക്കാളും മാപ്പ് നൽകാൻ മടിക്കുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയെങ്കിലും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ചൂടാവാതെ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കാം. താങ്ക്